നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. മധ്യഷട്കമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ദേവതയായി ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വിഷുഫലമാണ് ലഭിക്കുക. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ വരുന്ന വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ആയില്യ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കഠിന ഹൃദയമുള്ളവരും ചപലതയുള്ളവരും ജ്ഞാനവും വാക് സാമർഥ്യവും ഉള്ളവരുമായിരിക്കും. സ്ത്രീകൾ പൂർണ്ണ സൗന്ദര്യവും ഇല്ലാത്തവരും സത്യവിഹീനതയും വ്യാജകാര്യങ്ങളിൽ താല്പര്യവും ഉള്ളവരുമായിരിക്കാം. ശാരീരിക അസ്വസ്ഥതകളും കൊടുത്ത പണം കിട്ടുന്നതിൽ തടസ്സവും പ്രാർത്ഥനകൾ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ സംജാതമായേക്കാം. 9 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം കുടുംബത്ത് പലവിധ നേട്ടങ്ങളും അതിൽ നിന്നുള്ള പ്രയോജനങ്ങളും ലഭിക്കുന്നതാണ്. 9 വയസ്സിന് മുകളിൽ 16 വയസ്സുവരെയുള്ള ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ദേഹപരമായിട്ടുള്ള അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകാം. അലസത, അനുസരണക്കുറവിൽ നിന്നുള്ള ചില്ലറ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടായേക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സുവരെയുള്ള യുവാക്കളെ സംബന്ധിച്ച് പൊതുവെ ഈ വർഷം അഭിവൃദ്ധികരമായിട്ടുള്ള കാര്യങ്ങളും ധനം, ഐശ്വര്യം, പുതിയ വീട്, സന്തോഷം എന്നിവയും ഒക്കെ ലഭിക്കാം. 36 വയസ്സ് മുതൽ 42 വയസ്സുവരെയുള്ള ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വിചാരിക്കാത്ത സമയത്തുള്ള ചില കഷ്ടതകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടായേക്കാം. 42 വയസ്സ് മുതൽ 52 വയസ്സുവരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷം മാതൃസൗഖ്യവും കുടുംബ സമാധാനവും, ഏർപ്പെടുന്ന പ്രവർത്തികളിൽ അനുകൂലതയും ലഭിക്കാം. 52 വയസ്സ് മുതൽ 57 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം കഠിനാധ്വാനത്തിൽ നിന്നുള്ള നേട്ടവും ശത്രുവിജയവും ഉണ്ടാകാം. കൂടാതെ 59 മുതൽ 77 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഈ വർഷം ആരോഗ്യപരമായി ഉള്ള കാര്യങ്ങളിൽ നിന്ന് വിഷമതകളും, 77 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബ സൗഖ്യവും സുഖവും ഒക്കെ ഉണ്ടാകാം. ആയില്യ നക്ഷത്രക്കാർക്ക് വ്യാഴം 12ലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 9ലും രാഹു അഷ്ടമത്തിലുമാണ്. സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കാര്യവിജയം കരസ്ഥമാക്കേണ്ട വർഷമാണ്. പ്രതിലോമ ശക്തികൾ ഉള്ളിലും പുറത്തും ഉണ്ടാകാം. അവയെ നിരാകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ളവർ പ്രവാസം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചേക്കാം. വീട് പണി മൂലമുണ്ടായ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കാത്തത് വിഷമിപ്പിച്ചേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസം ക്ലേശകരമായി തോന്നും. ഗവേഷണ പ്രബന്ധ രചനകൾ ഒക്കെ വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെട്ടേക്കാം. രോഗക്ലേശിതരായിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. ശിഥിലമായിട്ടുള്ള പ്രണയബന്ധങ്ങളും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ കനത്ത വെല്ലുവിളികളെ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടതാണ്. സമ്പാദ്യം സുരക്ഷിതമായ നിക്ഷേപമാക്കുവാനും അതിലെ കുറച്ചു ഭാഗം
മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം വാങ്ങുവാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.